we're dreaming, and we'll never stop believing. Wanna ever have this feeling all for you. Oh, I do. Like a bluebird with a song. Oh, I can't help but sing along. It's like a river, wild and free. 'Cause I could do anything if you're with me. സർവശക്തിനും പിതാവായ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹത്താൽ ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന കുട്ടൂസിനെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പരസ്പര സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഇവരെ സഹായിക്കണമേ. സന്തോഷത്തിലും സങ്കടത്തിലും എല്ലാം ഒരുപോലെ സ്നേഹത്തോടെ പങ്കുവയ്ക്കാൻ ഇവരെ ശക്തരാക്കണമേ. ദൈവമേ, അങ്ങേക്ക് പ്രീതികരമായ വിധം ജീവിക്കുവാൻ കുട്ടൂസിനെയും സഹായിക്കണമേ. എല്ലാവിധ ബുദ്ധിമുട്ടുകളിലും വേദനയിലും ഏകമനസ്സോടെ അങ്ങയുടെ സന്നിധിയിൽ അങ്ങനെയാനും പ്രാർത്ഥനയിൽ അഭയം കണ്ടെത്താൻ ഇവരെ സഹായിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ.
ഈ പരിശുദ്ധ ദിവസം മധ്യാഹ്നത്തോടെടുക്കുന്ന സമയത്ത് ദൈവകൃപയെ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഈ ലോകത്ത് ഞങ്ങളെ ആക്കി വയ്ക്കുമ്പോൾ കർത്താവെ, വിവിധ ഘട്ടങ്ങളിലൂടെ ഓരോ മനുഷ്യനും കടന്നു പോകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ വിവാഹമെന്ന അനിവാര്യമായ സാഹചര്യത്തിലൂടെ ദൈവപുത്രൻ കടന്നു പോകുന്ന സാഹചര്യത്തിൽ കരുണാസമ്പന്നായ ദൈവമേ, നിന്റെ കരുണയും സ്നേഹവും കൃപയും അനസ്യൂതമായി ഈ ദൈവവൈതലിലേക്ക് ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നൽവരങ്ങളെ സ്ഫുടം ചെയ്ത് കർത്താവെ ഇനിയും തൻ്റെ സ്വഭാവമാക്കി മാറ്റുവാൻ വിവാഹ ജീവിതം അനിവാര്യമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കർത്താവെ, ഈ കുടുംബം വഴിയായി, സമൂഹം വഴിയായി, ഇടവക വഴിയായി, ആചാര്യശ്രേഷ്ഠർ വഴിയായി, ഗുരുക്കന്മാർ വഴിയായി എല്ലാം ലഭിച്ച ദൈവാനുഗ്രഹങ്ങൾ കർത്താവെ കൂടുതൽ പ്രോജ്വലമാക്കുവാൻ തക്കവണ്ണം വരും കാലങ്ങളിൽ വിവാഹ ജീവിതം വഴി സാധ്യമാകത്തക്കവണ്ണം അവിടുന്ന് കർത്താവെ ഇന്നത്തെ കൂദാശയെ മഹനീയമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉണ്ടായി കൊടുത്തിരിക്കുന്ന ദൈവദാസ്യം ഒരുങ്ങി വരുമ്പോൾ കർത്താവെ എല്ലാ കുറവുകളും തീർന്ന് പരിശുദ്ധാത്മാവാസത്താൽ കർത്താവെ ഇരുവരും ഒന്നിക്കുവാൻ തക്കവണ്ണം സംഗതിയാകുന്ന പ്രാർത്ഥന. കർത്താവ്, ബലഹീനമായ ഞങ്ങളുടെ പ്രാർത്ഥനകളും മാധ്യസ്ഥവും കർത്താവെ ഇവരുടെ വൈവാഹിക ജീവിതത്തിനും ഒരുമിപ്പിനും ശ്രേഷ്ഠമായ സാക്ഷ്യത്തിനും ഉതകണമെന്ന് പ്രാർത്ഥന. സന്നിഹിതരായിരിക്കുന്ന ഞങ്ങളെല്ലാം ഓരോരോ കുടുംബങ്ങൾ അംഗങ്ങളാണല്ലോ, മാതൃകാപരമായി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കി കൊടുക്കണം. കർത്താവെ, ആ ദൈവമക്കളെ യാത്രയിൽ കൂടെ എന്നെ സഹായിച്ചതിനാൽ സ്തോത്രം. ഞങ്ങളുടെയും ജീവിതയാത്രയിൽ ഇതിൻ്റെ ദിവ്യ സാന്നിധ്യം ഉണ്ടാകണമേ. കർത്താവെ, ഞങ്ങളുടെ വാങ്ങിപ്പോരെ ഊർജ്ജലമ്യ ഭവനങ്ങളിൽ പാർക്കും. പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. You stole the light from the stars above and brought it here tonight. I'm mesmerized, terrified, but I've never felt more alive. And I'm falling for you. And I'm falling for you. I wanna love you. I wanna love you. I wanna love you right. I wanna love you. I wanna love you right. All my life I've been waiting for this moment to arrive. Ooh. Is this a dream? I can't believe that you're standing here with me. Oh. And I'm falling for you. And I'm falling for you. I wanna love you. I wanna love ആദിമുതലേക്കും തന്നെ ആമേൻ. ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 വിവരങ്ങൾ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ
പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹാ രാജാവേ നിനക്ക് സ്തുതി. പാലിക്കുമോ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മാത്രം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവരാകുന്നു. നിന്റെ ഉദരമായ നമ്മുടെ കർത്താവായ യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തിന്റെ അപേക്ഷകളേ. ആമേൻ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങൾ തരണമേ. രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചെയ്യപ്പെടുമാറാകണമേ. ആമേൻ. ദൈവമായ കർത്താവേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടെ നീ മുഖാന്തരം ഉണ്ടാകുന്ന കോണോക്ഷയമായ സന്തോഷം ഞങ്ങളെയും യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹങ്ങളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ വായിക്കപ്പെടുകയും നിന്റെ ദയവാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്നെയും ആദ്യം നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സലന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറാകണമേ. പ്രകാരനോട് കരുണയണമേ. നിന്റെ കരുണബോധത്തിൻ പ്രകാരം എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ ന്യായത്തിന്റെ നന്നായി കഴുകി എന്റെ പാപങ്ങൾ നിന്നെ വെടിപ്പാക്കണമേ. എന്നാൽ അറിയുന്നു എന്റെ പാപങ്ങൾ എപ്പോഴും ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, തിരുമുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ അതിന്റെ വചനത്തിൽ നീതീകരിക്കപ്പെടുകയും ന്യായവിധികൾ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ എന്നെ ഞാൻ ഭോജു പാപങ്ങളിൽ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു. നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങളിലെ നീ അറിയിച്ചു. നിന്റെ സോപ്പാണ്ടമേ കളിക്കണമേ. ഞാൻ വെടിപ്പാക്കപ്പെടും. അതിനാൽ എന്നെ വെണ്മയാക്കണമേ. ഉത്സവെങ്ങനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷവും എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എൻ്റെ അസ്ഥികൾ സന്തോഷിക്കും. എൻ്റെ പാപങ്ങളിൽ നിന്ന് തിരുമുഖം തിരിച്ച് എൻ്റെ അതിക്രമങ്ങളെ ഒക്കെയും മായ്ക്കണമേ. ദൈവമേ വെടിപ്പുള്ളവരെ നീ സൃഷ്ടിക്കണമേ. സ്ഥിരതയുടെ ആത്മാവിനെ പുതുതാക്കണമേ. നിന്റെ തിരുമുമ്പിൽ തള്ളിക്കളയരുതേ. നിന്റെ വിശുദ്ധാത്മാവിനെ നെടുക്കുകയും വരുതേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള റൂഹാനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും. പാപികൾ നിങ്ങളിലേക്ക് തിരിയുകയും ചെയ്യും. എന്റെ രക്ഷകനായ ദൈവമേ, രക്തത്തിനെ ഇഷ്ടമുള്ളണമേ. എന്റെ നാവിനെ നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ അരങ്ങൾ എനിക്ക് തുറക്കണമേ. എന്റെ വാലിന്റെ സ്തുതികൾ പാടും. എന്തെന്നാൽ ബലികൾ നീ തിരുമനസ്സായില്ല, ഹോമബലികൾ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലി താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്താൽ സിംഹോനോട് നന്മ ചെയ്യണമേ. ഓർശ്രേന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീതിബലികളും ഹോമബലികളും നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിയെടുത്തുമേൽ കാണാൻ ബലിയായി കരയും. ദൈവമേ, സുതനുഗ്രഹമാകുന്നു. പാർക്കുമോ മൻപോലും വാദാമുൻ പോലും ഉൾവീരാമേ.
ധന്യൻ വിൺമൺവാസികളെ സന്തോഷിപ്പിച്ചോ ഭക്തർക്കരുളുക കരുണാബ്ദേ മശീഹ സന്തോഷം. മോതിരമരുളി തിരുസഭയെ മശീഹ വേട്ടപ്പോ പരിപാവന തനുരുതിരങ്ങൾ കൈക്കൊണ്ടാളവളും വെൺപോലും വാദാമുൽപോലും കൊൽവീനാമീ മാനവർ വാനവർ വന്ദിച്ച് വാഴ്ത്തി പാടുന്ന തൃപ്തരഹസ്യം സംഭോജ്യം താരാത്മജരൂഹ മുറിയോറാകെ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതാ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലം ആഴ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള ഐക്യമദ്യം ഉണ്ടാകുകയും ചെയ്യണമേ. وبقول سبحان المي നൽകുക നന്മൊഴി മാനസമേ ഹല്ലേലൂയ സേവിക്കും ജ്ഞാനരചനയെന്നുര ചെയ്യും ഉപമകളാൽ സ്നേഹോച്ചം നാനേവം ചാരുമുഖി പാരം നീ ശ്ലാഘിക്കും നീ പ്രിയനേവൻ എന്നാഥൻ 10,000 തൻ പൂങ്കാവാണിസരായേ ശുക്രൻ യാക്കോബിൻ്റെതയിൽ രക്തം നീർ തൈലത്തിൽ മൃദുലൻ ലബനോൻ കാരികിൽ പാകിലിവൻ ദൈവസമൻ വിശ്രുതനാമിവനെ നാം വാഴ്ത്തിയിടുന്നു. സ്തോമൻ കാലോസ് എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രാഭവും പൂഴ്ചയും മാഞ്ഞുവാത്ത നിലവന്നതയും നിത്യോടോടാതെ കരയേറ്റുവാനടി ഞങ്ങൾ യോഗ്യരായി തീരുമാറാകണമേ. പാറയ്ക്കുമോർ വിജാതീയ പുത്രിയെ തനിക്ക് സഭയായി തെരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാന്യങ്ങളിൽ നിന്നും തന്റെ വിജയരക്തത്താവളെ വെടിപ്പാക്കുകയും പാപിക സഭയ്ക്ക് നിശ്ചയം ചെയ്തിരിക്കുന്നു. ചെയ്താൽ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുക്കളുടെ
ദാസത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വ കടങ്ങളിൽ നിന്നും പാവങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. തൻ്റെ സഭയുടെ വരുന്നിലേക്കല്ല വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്ത്രീയന്മാരെയും സാലവംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തൻ്റെ ദാസരുടെ മോതിരമാഴുവിൻ്റെ ഈ സമയത്തും സാലപെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങൾ ആയുസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബുക്കുലവും യൗമോ സ്വതഹായ ലവൽമീൻ. മനുഷ്യരുടെ സർവ്വജ്ഞാനത്തിൽ നിന്ന് ഉയർന്നവയ്ക്ക് അധീനായിരിക്കുന്നവൻ, സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവികാനുഗ്രഹങ്ങളുടെ ഉറവയും ആയ ദൈവമേ, ഈ അനശ്വരമായ വെടിപ്പുള്ള മൂറോനും അനാഥമായ നിലയിൽ എല്ലാവിധ കഷ്ടങ്ങൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് രക്ഷമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിൻ്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നുള്ളതായ എൻ്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ടതിനെ ദയോടതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദേവീയ ഐശ്വര്യത്താൽ കൊണ്ട് കുറവ് വരാതിരിക്കുവാൻ അതിനെ ഐശ്വര്യപ്പെടുത്തി മഹത്വത്തിൻ്റെ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും നിശ്ചയം നടത്തി അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിൻ്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരരക്തങ്ങൾ അതിന് മോതിരമായിട്ട് വെടിപ്പോടെ നീ നൽകിയും അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോട് പ്രകാശിപ്പിച്ചു. ദൈവീയമായി നീ നൽകിയ നഗരത്താൽ നിന്റെ കൂടെ തന്നെ വസിപ്പിച്ചു. പരിശുദ്ധ സ്ത്രീകന്മാർ മൂലം ക്രമമായി നീ പൂർണ്ണ നൽകുകയും ചെയ്തു. ഭാര്യാഭർത്താക്കന്മാർ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങൾ അംഗീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ ഈ വന്ധ്യപിതാവ് ആശീർവദിച്ചിരിക്കുന്ന മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനെ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നീ വിശുദ്ധയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നീ ദൈവീയാനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാളും പുത്രിയായ മണവാട്ടിയും ജ്ഞാനസമ്പൂർണ്ണരും നിറവുള്ളവരും ആയിത്തീരുവാൻ ഇടയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇകത്തിലും പരത്തിലും അപംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായ മണവറയിൽ ഒരാഴ്ചക്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഇറയന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോട് വരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവെ, തിരുമുമ്പാകെ സന്നിധരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാവങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. അവിടെ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുമ്പാകെ നിന്ന് ഇടപെടാൻ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വബുക്കൂല സുബാലോൽമീൻ ബാറയ്ക്കുമോ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ നിന്ന് വന്നേക്കുന്ന കൈക്കൊള്ളുമാറാകട്ടെ. പതിഹൃദയ പരിപാവന സഭയെ മാനോകാന്തൻ വീട്ടൊരു നേരം ശീമോന്യോ എന്നിവരെ ആഹ്വാനം ചെയ്തേൽപ്പിച്ചേവം
ഈശോ പോലും വാദാമുൻപോലും ഉൾനീരാമി വിശ്വസ്തേ സഭയെ ഭയമെന്നിൻ ഉള്ളിൽ ക്ലേശം ലേശം വേണ്ട അവരനെ നീ മോഹിക്കാത്തതിനാൽ നിന്നെ ഞാനും കൈവെടികില്ല ലോകത്തിനവസാനത്തിൽ പാരും മാനുമടിഞ്ഞാലും വാഴും നീയാപത്തെന്നി താതാ മജവിമലാത്മാവിൻ ഗേഹം പാർത്താൽ നിൻ ത്രോണോസാ പാർക്കുമോ വ്രതനിഷ്ഠയുമെടുപ്പുള്ള ആത്മാക്കളെ തനിക്കായി വാഹനനിശ്ചയം ചെയ്യുന്ന സാക്ഷാൽ സത്യമുളവാടനായുള്ളവേ തിരുമുമ്പാകെ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മധ്യസ്ഥ മൂലം പരസ്പര വിവാഹനിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്തിന്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃതപിള്ളാകുന്ന മധുര പരിമളം വീശുവാൻ നീ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവുമില്ലുണ്ടാകുമാറാകണമേ. ആത്മാവിലും സത്യത്തിലും പരസ്പരം നിർമ്മല സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും ക്രിസ്തുഹായിക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ബാറക്കുമോ ഹോസോ കോലസ് പാർലവൽമേ. തന്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. സന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. നമ്മളെ കർത്താവായ യേശുമിശിഹായുടെ വലത്തീകരണയോട് നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വാൻശ്യത്തിലുള്ള ഈ മോതിരത്തോടുകൂടി അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദമായി വലം കൈയാഴ്കാലം മുഴുവൻ നിന്നോട് കൂടെ ഉണ്ടായി നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മളെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണമായ വലത്തെ അദൃശ്യമായ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും പരിശുദ്ധ ശിഷ്യന്മാരെന്ന പോലെ ഈ വന്യപിതാവിന്റെ കയ്യിൽ നിന്ന് നിന്റെ വാഞ്ചയത്തിന് മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ അസ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധനും നീ സ്തുതി കരേറ്റുകയും ചെയ്യുമാറാകട്ടെ. ഓശോ വബുഹൂല സുബാൻ സഭയുടെ സന്തോഷത്തെ തന്റെ മശിഹാമൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരവാ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കുകയും അവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടി സ്വർഗീയ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകുകയും പരിപാകതയാൽ അവരെ അലങ്കരിക്കുകയും വിനയത്താൽ അവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസ്ഹാക്കിൻ്റെ റബേക്കായുടെ വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരം കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളിനെ തൻ്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വത ഭക്ഷ്യമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങളെ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യബന്ധവും ചേർച്ചയും തൻ്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്ക് ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെ ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായ സ്നേഹാഗ്നി കൊണ്ട് ഇവർ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ.
സുരഫലങ്ങളായ ശൂശാന പൂക്കളേക്കാൾ സൗരഭമേറിയ പരിപാകതയാൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിക്കുമാറാകട്ടെ. പാവനമായ വിഭാഗത്തിൻ്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കൾ ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നല്ല കാലങ്ങളും അനുഗ്രഹസമ്പൂർണമായ സംവത്സരങ്ങളും അവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമാകുന്ന ദാസരാകുന്ന നിങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സ്ഥലപ്രവർത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുന്നതിനും ഇവരുടെ മക്കൾക്ക് അതിനെ അവകാശമായി നൽകുന്നതിനും കൃപ നൽകണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്രീമായാൽ ഈ മണവാളിനെയും മണവാട്ടിയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെ മേൽ നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ ഭൂലസ്ബാൻ ലവൽ മീ. സഭയാം തിരുസഭയാമീ ഞാൻ അത്യുന്നതനുടെ വാണവാട്ടി. എന്നെ മാമോദീസായ ആത്മീയായുധമണിയിച്ച വിരലിന്മേൽമൈരക്തങ്ങൾ മോതിരമായ പേർക്കേകി. ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ നിങ്ങളുടെ പരിശ്രമത്തിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ശ്ലീപാരാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടന്മാരുടെ എല്ലാവിധ സൈന്യങ്ങളും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും ഓടിയിരിക്കാം, നിങ്ങൾക്ക് ഓടിയിരിക്കാം. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ മക്കളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. വ്യത്യസ്ത കുടുംബങ്ങളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിലൊക്കെ വളർത്തപ്പെട്ട ഈ മക്കൾ ഇന്ന് ഈ പരിശുദ്ധ ദേവാലയത്തിൽ വെച്ച് ഒന്നായി തീരുകയാണ്, ഒരു കുടുംബമായി തീരുകയാണ്. ഇനി അവരുടെ ആയുസ്സുള്ളിടത്തോളം കാലം അതിനുശേഷവും ഒന്നിച്ച് ജീവിക്കുവാനുള്ളൊരു വലിയ പ്രതിജ്ഞ എടുക്കുകയാണ്. തക്കതായ തുണയാണ് ദൈവം നമുക്ക് ഓരോരുത്തർക്കും തരുന്നത്. പക്ഷെ നമ്മുടെ ചിന്തകളിലും നമ്മുടെ മാനദണ്ഡങ്ങളിലും ഒക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ അല്ലാതെ വരുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ തന്നത് ദൈവം ഏറ്റവും തക്കതായതാണ് എന്ന് കരുതി പരസ്പരം ബന്ധിതരായി സ്നേഹിക്കുന്നവരായി തീരണം. ആദാമിനോട് ഹവ്വയെക്കുറിച്ച് ചോദിച്ചിരുന്നെങ്കിൽ ആദാം ഒരുപാട് കാര്യം പറഞ്ഞേനെ. പക്ഷേ അവന് തക്കതായൊരു തുണയെ ദൈവം സൃഷ്ടിച്ച് നൽകി. അവരുടെ കുടുംബജീവിതത്തെ ദൈവം അനുഗ്രഹിച്ചു എന്ന് പറയുന്നത് പോലെ നമ്മളെ ഓരോരുത്തരെയും ദൈവം തമ്പുരാൻ ഓരോ സ്ഥാനത്തേക്ക് വിളിക്കുമ്പോൾ അതിനനുയോജ്യമായ സാഹചര്യങ്ങൾ ദൈവം നമുക്ക് ഒരുക്കിത്തരും. അതുകൊണ്ട് ഈ മക്കൾ ഇന്ന് ഇവിടെ ഒന്നായി തീരുമ്പോൾ ഇവരുടെ ദാമ്പത്യ ജീവിതം അനുഗ്രഹകരമായിരിക്കാൻ പ്രാർത്ഥിപ്പാനായിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും വന്നിരിക്കുന്നത്. ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചിരിക്കുന്നത് അടുത്ത തലമുറയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. ഒന്നിച്ച് താമസിക്കുക മാത്രമല്ല, ഇനി ഇവർക്കുണ്ടാകുന്ന മക്കളും കൊച്ചുമക്കളും
ആ തലമുറയുടെ കേന്ദ്രമായി നിന്നുകൊണ്ട് അവർക്കെല്ലാം അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ തക്കവണ്ണം ഇന്ന് അവർ സന്നദ്ധരായി ദൈവസന്നിധിയിൽ അടുത്ത് വന്നിരിക്കുകയാണ്. ആയതുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാനും സ്വർഗീയമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകുവാനുമായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ അടയാളമായി 2 പേർക്ക് ഓരോ മോതിരം വാഴ്ത്തി പ്രധാന കാർമ്മികൻ നൽകി. ആ മോതിരം എപ്പോഴും നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഒരു വിരലിനോട് ചേർന്ന് കിടക്കുന്നത് പോലെ ആ ഒരു യോജിപ്പും നിങ്ങൾ എവിടെയായിരുന്നാലും വിവാഹിതരാണ് എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി, കാണുന്നവർക്കും നിങ്ങൾക്കും ലഭിക്കുവാൻ വേണ്ടി ഒരു അടയാളം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. അത് ഈ ബന്ധത്തിൻ്റെ ഒരു അടയാളമാണ്. അത് ഊരിക്കളയാനുള്ളതല്ല. അത് മറ്റു മോതിരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിവാഹമോതിരം ദൈവകൃപകൾ കൊണ്ട് നിറഞ്ഞ് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ആ ഒരു ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹവും കരുണയും ലഭിക്കാൻ തക്കവണ്ണം മുട്ടിപ്പായി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്നത്തെ കാലത്ത് കുടുംബജീവിതം എന്ന് പറയുന്നത് വലിയ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിൽ കൂടെയൊക്കെ കടന്നു പോവുകയാണ്. പണ്ട് വലിയൊരു കൂട്ടുകുടുംബമായിരുന്നപ്പോൾ എന്തെല്ലാം പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ അതിനോട് ചേർന്നൊക്കെ പോകുമായിരുന്നു. ഇന്ന് അണുകുടുംബങ്ങളാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രകമ്പനങ്ങൾ മുഴുവനും നമ്മൾ തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നതുകൊണ്ട് മനുഷ്യന് സഹിക്കുവാനൊക്കാത്ത സാഹചര്യങ്ങളാണ് പലപ്പോഴും. അത് ഏകാന്തതയായാലും ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളായാലും ഒറ്റയ്ക്ക് നേരിടേണ്ടതായി വരുന്നു എന്നുള്ളത് ഇന്നത്തെ ഒരു വലിയ ദുര്യോഗമാണ്. അതുകൊണ്ട് ഒന്നിച്ച് ജീവിക്കുമ്പോൾ, സമൂഹമായി ദൈവം നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുമ്പോൾ, ദൈവകൃപ കൊണ്ട് സൽക്രിയയാകുന്ന സമ്പാദ്യം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2ാമത്തെ ശുശ്രൂഷ സ്വർഗത്തിൽ നിന്ന് കിരീടങ്ങൾ ആശീർവദിച്ച് മണവാളിനെയും മണവാട്ടിയും ഒരിക്കലായിട്ട് ധരിപ്പിക്കുന്നതാണ്. അത് ആവർത്തിക്കുന്ന ശുശ്രൂഷയല്ല. ദൈവ സന്നിധിയിൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും അവരുടെ കുടുംബത്തെയും അവരുടെ തലമുറയും അനുഗ്രഹിച്ചവനായ ദൈവം ഈ മക്കളെയും അനുഗ്രഹിച്ച് ആ നൽവരത്തിന് അവരെ യോഗ്യരാക്കി തീർക്കുകയാണ്. പരസ്പരം ബന്ധിതരായി തീരുകയാണ്. പെണ്ണ് കെട്ടിയെന്നും പെണ്ണിനെ കെട്ടിയെന്നും ഒക്കെ നമ്മൾ പറയുന്നെങ്കിലും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പരസ്പരം ബന്ധിതരാകുകയാണ്. നമ്മൾ 2 പേരും ചേർന്നുള്ള ഈ ബന്ധം അത് അന്യൂനമായി നിലനിൽക്കുവാനും ആത്യന്തികമായി സന്തോഷം പ്രദാനം ചെയ്യുവാനും ഇടയാകും. നിങ്ങളിലൂടെയാണ് 2 കുടുംബം ഇന്നൊന്നായിത്തീരുന്നത്. നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഊഷ്മളതയാണ് അവരെ കൂടുതൽ അടുപ്പിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതും. നിങ്ങൾക്ക് തരുന്ന സന്താനങ്ങളെ ദൈവം അനുഗ്രഹകരമായി വളർത്തുവാൻ തക്കവണ്ണം ദൈവം അനുഗ്രഹിച്ച് ആ വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ മേഖലയായി നിങ്ങളെ രൂപപ്പെടുത്തുകയാണ്. ആയതുകൊണ്ട് വിനയത്തോടെ പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും ദൈവമേ ഞങ്ങളുടെ കുടുംബജീവിതം ധന്യമായി തീരുവാൻ. ഇന്ന് പണ്ടത്തെ കാലത്ത് അത്യാവശ്യം ഒരു പത്രം വായിച്ചാൽ ലോകവാർത്തയൊക്കെ കേൾക്കുമെങ്കിൽ ഇന്ന് ലോകത്തിൽ നടക്കുന്നതെല്ലാം പല വിധത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലിലൂടെ ലോകത്തിൽ എവിടെ വേണേലും പോവാം. ഒരുപാട് കാര്യങ്ങൾ അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. എന്നാൽ പരസ്പരം സംസാരിക്കുവാൻ സമയം കണ്ടെത്തണം. അതുപോലെ തന്നെ തെറ്റുകൾ തിരുത്തുവാൻ സമയം കണ്ടെത്തണം. നന്മ കണ്ടാൽ അത് പ്രോത്സാഹിപ്പിക്കുവാനും സമയം കണ്ടെത്തണം. ഒന്നിച്ച് പ്രാർത്ഥിക്കണം. ഭാവിയെക്കുറിച്ച് മനസ്സിൽ നല്ല സ്വപ്നങ്ങളുണ്ടാകണം. ആ സ്വപ്നങ്ങളാണ് യാഥാർത്ഥ്യമായി തീരുന്നത്. ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ് യു ക്യാൻ അച്ചീവ് ഇറ്റ്. അതുകൊണ്ട് നല്ല സ്വപ്നങ്ങൾ കാണുവാൻ, നല്ല ജന്മങ്ങൾ ഈ ലോകത്തുണ്ടാകുവാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവം ഈ മക്കളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്നുകൂടിയിരിക്കുന്ന എല്ലാ മാതാപിതാക്കളുടെയും സ്നേഹിതരുടെയും സഹപാഠികളുടെയും ചാർച്ചക്കാരുടെയും നാമത്തിൽ ഈ മക്കൾക്കെല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നേരുകയാണ്. ഇവിടെ വന്നുകൂടിയിരിക്കുന്ന എല്ലാവരിലും ഭൂരിപക്ഷം പേരും വിവാഹിതരാണ്. ഈ ശുശ്രൂഷയിലുള്ള പങ്കാളിത്തം ഇവർ വിളിച്ചുകൊണ്ട് നിങ്ങൾ വന്നതാണെങ്കിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബജീവിതത്തെ പങ്കാളിയെ ദൈവസന്നിധിയിൽ ഓർക്കുവാനും സമർപ്പിക്കുവാനും ആ ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുവാനും ഈ ശുശ്രൂഷയിലുള്ള പങ്കാളിത്തം കൊണ്ട് നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. മണവാളിൻ്റെ അടുത്ത ബന്ധുവാണ് കോട്ടയം മദ്രാസന അധിപൻ അഭിമന്യ ദിയസ്കോറോസ് തിരുമേനി. ഇന്നലെയും എന്നെ വിളിച്ചു പറഞ്ഞു
അവിടെ അത്യാവശ്യമുള്ളതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ വന്ന് പങ്കെടുക്കുവാനായിട്ട് ഒക്കുന്നില്ല. തിരുമേനിയുടെ ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കണം എന്ന് അല്ലാതെ അറിയിച്ച് കാണും. എങ്കിലും പൊതുവായി തിരുമേനിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇവിടെ വന്നുകൂടിയിരിക്കുന്ന എല്ലാവരും ആശംസകൾ നിങ്ങൾക്ക് നേരുന്നത് ആ അനുഗ്രഹം നിങ്ങളിൽ വസിക്കുവാനും നിങ്ങളുടെ അടുത്ത തലമുറ അനുഗ്രഹമുള്ളതായി തീരുവാനും ഇടയാകണം. അതുകൊണ്ട് ആരംഭം മുതൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം ഈ വലിയ സമൂഹത്തിൻ്റെ ഒരു പ്രാർത്ഥന ഇപ്പോഴും നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഈ സമൂഹം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സമൂഹം നിങ്ങളെ ഓർത്ത് ദുഃഖിക്കുവാനിടയാകാതെ സന്തോഷിപ്പാൻ തക്കവണ്ണം മേൽക്കുമേൽ അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം ഈ ദാമ്പത്യത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ സമൃദ്ധിയായി നിങ്ങളിൽ വസിച്ച് നിങ്ങളെ ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ച് അബ്രഹാമിനെയും സഹാക്കിനെയും യാക്കൂബിനെയും യൗസേപ്പിനെയും ഒക്കെ അനുഗ്രഹിച്ചവനായ ദൈവം നിങ്ങളെയും അനുഗ്രഹിച്ച് അനുഗ്രഹത്തിൻ്റെ ഒരു വലിയ കേന്ദ്രമാക്കി മാറ്റുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ. എല്ലാവരുടെയും നാമത്തിലുള്ള എല്ലാ ആശംസകളും അറിയിക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആ പൂവം കൊടുത്ത് കുറച്ചുകൂടെ മുമ്പോട്ട് നീങ്ങും. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങൾ തരണമേ. രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചെയ്യപ്പെടുമാറാകണമേ. ദൈവമായ കർത്താവേ, അനുസരമായ വിരുന്നിന് ഒഴിവില്ലാത്ത മണോറയ്ക്കും ഞങ്ങളെയും യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടി നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിൽ അവരുടെ ഇടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഹോശോ ബഹൂല സുബാൻ ലൽമീ. ആദിമനീതിജ്ഞരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഔവയോടാദാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ സാറയോടവറാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ റഫ്കയോടിസഹാക്കിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ റഹലോടു യാക്കോബിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ മംഗോലം വാദാമംഗോലം ഉൽമീനാമി മിസ്രനിൽ യോസേപ്പിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ കർത്താവെ, പരസ്പരം ബന്ധിതരായിരിക്കുന്ന ഈ ദാസരെ നിന്റെ നൽവരങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ടവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, സന്തോഷോല്ലാസങ്ങളോടുകൂടി അവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ബാറക്കുമോർ ഹോശോ വബഖൂൽ സുബാൻ ലവുൽമീ. മോദിക്കട്ടെ പരം നാദാലേ ലൂയോഹാലേ ലൂയാ നിൻ
രക്ഷയിലും നൃപതി എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവരായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞുവാത്ത നല്ല ഉന്നതിയും നിത്യോടോടാതെ കരയേറ്റുവാനടിയങ്ങൾ യോഗ്യരായി തീരുമാറാകണമേ. ബാറയ്ക്കുമോർ ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂവും മാലാത്മാർ തൻ്റെ സിംഹാസനത്തിനെ ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണയ്ക്കുന്ന അനാദ്യന്ത വചനവും തൻ്റെ ബഹുലമായ കർണ നിമിത്തം ഞങ്ങളെല്ലാവരുടെയും മേൽ ദയതോ നീ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തൻ്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്ന എല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലവും ബന്ധിതമായിരിക്കുന്നവനും തൻ്റെ വല്ലഭത്വത്തിൻ്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനും കർത്താവിന് സ്തുതി. അവിടുത്തെ ഏദാസരുടെ കിരീടങ്ങൾ ആശ്രദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബഹുലകുല്യവുമോ സ്വതഹായാൻ സകല സ്വർഗീയ സേനകളും ഭയന്നു കുറിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങൾ അഗ്നിമയന്മാരുടെ കൂട്ടങ്ങൾ തൻ്റെ ശേഷതയെങ്കിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണ്യമായ നിന്റെ കൃപാപ്രഭാകത്താലും നിസ്സീവമായ നിന്റെ ദയാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകൾ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരുടെ പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശേഷാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരാ നിന്റെ കരുണയുടെ നിഴലും ദൈവന്റെ തണലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളും ഉത്തമരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്തു നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങൾ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവീയ വ്യാപാരങ്ങൾ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ.
കർത്താവേ, ഇവർ നിത്യജീവനെ കാക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരുമായി വർത്തിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധിയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചുകൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളെ വാങ്ങിപ്പോരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ വരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും ബിസ്രുവായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. ഹോശോ കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ നിന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. സുന്ദരികളിൽ അതിസുന്ദരിനി ജാതികളിൽ സൂനം നൃപതിശലോമോൻ വിമലസഭേ നിന്നെ ലാളിപ്പു നിന്നതരങ്ങൾ മധുവർഷിക്കുന്നു വസന സുഗന്ധം നീ സാൽകുസുമസമം സഭേ സകലവിധം സുമുഖി നീ കരതീണ്ടാത്തോ ശ്രീബായി വന്നിപ്പതിന രാജാവാശിവ ഹല്ലേലൂയ കാക്കുന്നു നിന്നെ പാർക്കുന്നു ഹല്ലേലൂയ സഭയോടും നന്ദി മൂന്ന് കോട്ടകൾ ചുറ്റുന്നു വഞ്ചകനാം ദുഷ്ടാത്മാവിൻ ഉള്ളിൽ തൂകീട ബന്ധിച്ചവയാ അന്യോന്യം മൂന്ന് കോട്ടകളിടയിൽ സ്ഥലവില്ലിവ പാർത്താൻ താതസദാമലരോഹായ ഏകത്വം തൃത്വം മഹിമേഴും മണവാട്ടിസമം മധ്യ മേവും ഹല്ലേലൂയ ഓ ഹല്ലേലൂയ വെള്ളത്തെ ശ്രേഷ്ഠമായ വേദിയാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യസ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിനു മുമ്പാകെ തലവരിച്ചു നിൽക്കുന്ന ഈ ദാസരെ ഈ സ്വന്തം ധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദൈവം നിറഞ്ഞ നിന്റെ ഫലത്തെ ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്നെ പ്രഹ്ലാദിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളെ ഇവരും നിന്റെ വലദ്ഭാഗം നിന്റെ കരുണയെ കാണുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുകൂല സുബാലവൽമേ വാനവരെങ്കിലും ആദൂതൻ താ
ശന്തോ അവസാനിപ്പിപ്പോ ധന്യം. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എഫെസോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും മറക്കുമോ ശ്ലീഹായുടെ സ്തുതി നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനു വേണ്ടി പിതാവാ ദൈവത്തെ സ്തുതിക്കുകയും മശിഹാനുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുകയും സ്ത്രീകളെ നമ്മുടെ കർത്താവിനെന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മശിഹ തന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി മതിനത്താൽ വെണ്ണയുള്ളതാക്കി ഇതവളെ കറയോ ചുളുവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനു വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങൾ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരൊരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിഹ സഭയ്ക്ക് വേണ്ടി എന്ന പോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവരിരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മശിഹായെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചും ആകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടു കൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ മോദിക്കട്ടെ വരം നാദാ നിൻ ശക്തിയിലും രക്ഷയിലും നൃപതി. വിശുദ്ധായ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ വചനങ്ങളെ അറിയിപ്പിനെ കേൾക്കണം. ആർഹിമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധായ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗനായ പരിശുദ്ധനായ മത്തായി ശ്ലീഹായിൽ നിന്നും വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷിക്കായത്തിന്റെ അയച്ചതിന്റെ സ്തുതികളും നാം എല്ലാവരുടെയും മേൽ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സദാകന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ചു വന്ന ജീവനുള്ള ദൈവത്തിൻ്റെ വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷകനുമാകുന്ന യേശുമിശിഹാതമ്പുരാൻ ഈ ലോകവ്യാപാരകാലത്തിൽ ഇവായി പ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ച് പറയുന്നു. യേശുബ്രാൻകരിയിൽ നിയാത്രമുറപ്പെട്ട യോർദാന്റെ മറുകരയിൽ യഹൂദിന്റെ അതിർത്തിയിലെത്തി ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പ്രീശന്മാരെടുത്ത് എന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുവന്
തൻ്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട്, ആദിയിൽ സൃഷ്ടാവാണും പെണ്ണുമായവരെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. ആയതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ അദ്ദേഹത്തോട്, അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്തവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട്, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാരക്കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട്, ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതിവിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം അവരോട്, വര ലഭിച്ചവരല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാ ഷണ്ഡന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ പ്രകാരമാക്കപ്പെടുന്നവരുമുണ്ട്, സ്വർഗരാജ നിമിത്തം തങ്ങളെ തന്നെ വൃതസ്ഥരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ. ബാർഹിമോർ ശൈനോ വന്യശ്രീവാതരുവിന്മേ നീതിമഹാരവിയാം നിന്നെ നിർമ്മലയാം സഭ കണ്ടപ്പോൾ അമ്പിളി തുല്യം ക്രമമായി നിന്നി പകിലാധിപന നിൻപ്രാഗൽഭ്യത്തെ വിധി പോൽ ഭംഗ്യ ഘോഷിച്ചു. പുത്രന്റെ ഇനിയുള്ള പരിശുദ്ധരുടെ നാമത്തിൽ ഈ കിരീടങ്ങൾ വയ്ക്കപ്പെടുന്ന ശിരസുകൾ എന്നേക്കുമായ ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. വാനീന്നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു. മണവാളന മഹിതാചാര്യൻ അണീക്കും മകുടം രമ്യം. വൈദിക അൻവാലിംഗം മുടിയാൽ മണവാളനും മണവറയാൽ മണവാട്ടിക്കും വിലോവിഹിതേതുമോറാൻ മെൻഷ്മായോ സോയാഹിനോയേ ലഹസിനോയോയേ ക്ലീലോ ഹസിയോ സോയേം വറീശേ. മഹിതാചാര്യൻ മാരാ ദമ്പതികൾക്ക് മസിഹാനൃപനാ രചിതം മകുടം പാരം രുചിരം. വാനീന്നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു. മണവാളനെ മഹിതാചാര്യൻ അണീക്കും മകുടം രമ്യം. സത്യമണാള
നേത്രം സവിതമണങ്ങീടണമേ സദനം സന്തോഷിക്കാം. പാർക്കുമോർ കർത്താവിന്റെ നീതിயின் കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കെതിരായി അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയ മഹിതാചാര്യൻ അണീക്കും മകുടം രമ്യം. വൈദിക അൻവാലിംഗം മുടിയാൽ മണവാളനും മണവരയാൽ മണവാട്ടിക്കും വിലോപിതേതുമോറാൻ മെൻഷ്മായോ സോയാഹിനോയി ലകൽ സോയോയി ക്ലീലോ Asiosoim Marisho മഹിതാചാര്യൻ മാരാ ദമ്പതികൾക്ക് മസിഹാകൃപയാൽ രചിതം മകുടം പാരം രുചിരൻ മണിനുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയ മഹിതാചാര്യൻ അണീക്കും മകുടം രമ്യം. മണവാളൻ തൻ മകുടം തിരുമുൾമുടിയോട് സദൃശ്യം മണവാട്ടിയുടെ മകുടം സതിമാർമുടിയോട് സദൃശ്യം. പാർക്കുമോർ നീതിയും കിരീടവും അക്ഷയഭംഗിയുള്ള അലങ്കാരങ്ങളും കർത്താവിനെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി കരേറ്റുകൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്കിടയാവുകയും ചെയ്യട്ടെ. ബാറക്കുമോർ ഹോശോ വബഖൂൽ സുബാൻ ലൗൽ മീൻ. ആമീൻ. സ്ലീബോസോദ് ശൈനോ സ്ലീബോനീശ്വദ് സോ കുസോ സ്ലീബദ് ബെഉഫ്രീ കീനാ ബേകുല മേസ്തവരീനാ. പറക്കുമോർ മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മശിഹ യഥാർത്ഥമായ തൻ്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മശിഹ തൻ്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കാരുണ്യവാന്റെ വലതുകൈ വന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോട് കൂടെ ഇരുന്ന് ആകൽ കർസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യൗസേപ്പിലും സന്തോഷിച്ച പ്രകാരം
നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തിൽ നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വ സൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തൻ്റെ പുത്രനായ യൗസേപ്പിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും ഈ വന്യാചാരൻ്റെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ട കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താൽ നിങ്ങളുടെ സ്വർഗരാജ്യ അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും വാങ്ങിപ്പോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്തവനായി സീനായ് മലയിൽ ഇറങ്ങി വന്ന ആ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കരേറ്റാം. ബാറക്കുമോർ ഹോശോ ബബുകുല സുബാൻ ലവൽ മീ. ഇതൻ തോട്ടം നട്ടോനേ നീയാണൻ യുവമണവാളൻ. നിൻ തോട്ടത്തീ നൻ പേർക്കായി വിശിച്ചിടുക കുളിർത്തന്നൽ. സ്ലിബായാനവകാശധനം മുദ്രിതമാക്കി പീഡകളാ അടിമ വിടൂർത്തി സ്വർഗത്തിൽ പന്തീലന്നെ നീയേറ്റി. കർത്താവേ നിന്നാർദ്രത നിറയും വാതിൽ തുറന്നീ. പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കളിലൻ ഉണ്ടാകേണം. നാമം ചൊന്നീ ദമ്പതികൾക്കായി വരവേകേണം. തേജോലോകത്തിവരുടെ കാലം ശുഭമാകേണം. നിൻ സ്തുതി പാടാൻ കിന്നരമേന്തി സ്തോത്രം ചെയ്യുവാ. എൻ കർത്താവേ ഇവരുടെ വായ്കളെ വാഴ്ത്തിയിടേണം. വാത്സല്യ സഹോദരങ്ങളെ,
സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തനങ്ങളും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് പരിശുദ്ധ പിതാക്കന്മാരിൽ നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവ്വികർ നമ്മെ ഫലമേൽപ്പിച്ചിട്ടുള്ളതുമാകുന്നു. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും ശ്ലീബായുടെയും വെടിപ്പുള്ള ഏവൻഗേലിയോൻ്റെയും ഈ ജനക്കൂട്ടത്തിൻ്റെയും മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും ഹൃദയവിചാരങ്ങൾ അറിയുന്നവൻ്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവൻ്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞങ്ങൾ നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. മേൽപ്പെട്ടക്കാരിലും പട്ടക്കാരിലും സിംഹാസന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവശ്യിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ പരിശുദ്ധ കന്യമർത്തമറിയാമ്മയുടെയും നമ്മുടെ ഭർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ കർത്താവ് യേശു മിശിഹായുടെ വലങ്കൈ എന്നേക്കും നിങ്ങൾ ആവശ്യിക്കുകയും ചെയ്യുമാറാകട്ടെ. ബാറയ്ക്കുമോർ വീണ്ടും വിശ്വാസികളെ, കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാവുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങളിൽ ഓരോരുത്തരും എൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പി. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തി അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കാൻ കടപ്പെട്ടവളാവുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടെ ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർദ്ധിക്കണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാലോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നുള്ള രാജ്യം ശക്തി മഹത്വം എന്നേക്കും നിങ്ങളാകുന്നു. ആമേൻ. നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടി സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരമായ നമ്മുടെ കർത്താവായ യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. സുധോളമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പിതാവിന്റെ പ്രാർത്ഥന നാം ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെ സൃഷ്ടാവായ സത്യ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സർവലോകവും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവന് സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻമാത്രമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുമനസ്സായ സ്വർഗ്ഗത്തിൽ നൽകി വിശുദ്ധ റൂഹായ ദൈവമാതാവായ വിശുദ്ധമറിയാമൻ നിന്ന് ശരീരമായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസ് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിറക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലുതുവാതിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മാത്രത്തോടെ ഇനി പരിപാലിക്കുന്നവനും തന്റെ അവസാനമില്ലാത്തവരുമായ യേശു കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്ഥലത്തെയും ജയിപ്പിക്കുന്ന കർത്താവും പിതാവിന് ഓരപ്പെട്ട് പിതാവിനോട് പുത്രനോട് കൂടെ വന്നിൽപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരും നിമീന്മാരും സീന്മാരും മാത്രം സംസാരിച്ചവരുമായ ജീവന വിഷയമുള്ള സ്ലൈംഗികവുമായ ഏകവിശ്വതയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രം ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മനുഷ്യരുടെ ഉറപ്പിനും പരിപാലിക്കുന്ന ലോകത്തിലെ പുതിയ തീരുമാനങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. ബാരക്കുമോ സൗമകാല സ്തുതിയിലായി നാസതയുടെ രാജമോൾ നിന്മലമായി രാജഭാമിനിയും നിന്നഴകരജൻ മോഹിപ്പാൻ ജനമോർക്കായും ബാരക്കുമോ റോഹോ കാദീശോ മൂലം വാദാമിൻ
രക്ഷയണക്കീണം സൗമൻ കാലസ്തുരീനായി സൂര്യാവിൻ സ്മരണം വരദായകമാകാൻ കൈപ്രാർത്ഥനകൾ ആത്മാവിന് കോട്ട മാർക്കുമോ ദൈവ പ്രസവിത്രീ കന്യക മറിയാമി ഉയരുന്നോയാറിൽ സുഖപരിമളധൂപം മുറിയോറാഹി മേലൈനോവാദാരേ ഞങ്ങൾക്കായുള്ളർത്തനെ ഞങ്ങളിൽ ആർദ്രത തോന്നിയിടാം ഏകാത്മജനോട് വൃദ്ധതയിലും അവർ തളിരിട്ട് തഴച്ചിടുമേ ഹല്ലേലൂയ വർദ്ധിക്കും അവർക്ക് ദുഷ്ടി പുഷ്ടികളും പാലിക്കുമോ വെൺമൂലം വാദാമിൻ മൂലം നീരാമി മേലും നിന്നോർമ്മ ഉദകണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയോ മാനിച്ചോർക്കാം സൗമൻ കാലസ്തുരീരായി ഭാഗ്യം നീവിയാർക്കും ഭാഗ്യം ശ്രീഹർക്കും ഭാഗ്യം സഹദീർക്കും പുനരുദ്ധാനദിനെ പാർക്കുമോ കാണാൻ കാക്ഷിച്ചൊരു സഹതി വാണാച്ചിറകുകൾ പൂണ്ടുന്നത പദമേറി മുറിയോറാവി മേലൈനോ ആകാരേ പരിശോധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയും നിൻ കോപത്തിൻ വടികളെയും മായിച്ചീടാ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ബലഹീനരായ ഞങ്ങളോട് സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാണ്. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ വിശ്വാസികളായ പരേതരെയും ആശ്വസിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയ ദൈവമേ, ഞങ്ങളുടെ ബലഹീനവും കുറവുള്ളതുമായ പ്രാർത്ഥനകൾ അവിടുത്തെ ഉന്നതമായ സിംഹാസനം കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കുമാറാകണമേ.
ഈ ഇരു കുടുംബങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അധികം സമയം എടുക്കുന്ന നക്ഷലിനെ പരിചയപ്പെടുത്താമോ എന്നുള്ളത്. വളരെ ചുരുക്കത്തിൽ രണ്ടുപേരെയും പരിചയപ്പെടുത്താം. ഇതിൽ ലിയോണെ അറിയുന്ന എത്ര പേരുണ്ട്? കുറച്ച് ആൾക്കാർ അല്ലേ? ഷിനോയെ അറിയുന്ന ആൾക്കാർ വളരെ കുറച്ചാണ്, ആധികാരികമായി പറയുന്നില്ല. ലിയോണ അങ്കമാലിയിൽ നിന്നാണ്, അതുപോലെ ഷിനോ നമ്മുടെ ഓടനാവട്ടത്തിൽ നിന്നാണ്. ഷിനോയുടെ അതുപോലെ ലിയോണയുടെ ഫാമിലി ഒന്ന് പരിചയപ്പെടുത്താം. ലിയോണയുടെ പ്രിയപ്പെട്ട ഫാദർ ജോയി മാടൻ, അതുപോലെ അമ്മ ലിജി ജോയി, ലിയോണയുടെ എൽഡർ സിസ്റ്റർ ജിയോന ജോയി ആൻഡ് ഹർ ഹസ്ബൻഡ് മിസ്റ്റർ അനു ബിനോജി. ലിയോണയ്ക്ക് ഒരു എല്ലോ ബ്രദർ ഉണ്ട്, ജീവൻ ജോയി. ഇതാണ് ലിയോണയുടെ ഫാമിലി. ഇനി ഷിനോയിലേക്ക് വരുമ്പോൾ ഇതിനു വേണ്ടി എല്ലാം ഒരുക്കുന്ന കഴിഞ്ഞ 2 മാസം കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് അത്രത്തോളം ടെൻഷനിലായിരുന്നു ഇവരെല്ലാം. അവരുടെ മാതാപിതാക്കളെ പെട്ടെന്ന് ഒന്ന് നക്ഷലിൽ പരിചയപ്പെടുത്താം. ഷിനോയുടെ ഫാദർ ബാബു യോഹന്നാൻ, ആന്റി സുമ ബാബു, അതുപോലെ ഹിസ് വൺ ആൻഡ് ഓൺലി സിസ്റ്റർ. അടുത്ത പാദത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഷോന ലിയ ബാബു. ഇതാണ് ഇരു കുടുംബങ്ങളും. വളരെ നക്ഷലിൽ ഞാൻ ഇരു കുടുംബങ്ങളെയും പരിചയപ്പെടുത്തി. പെട്ടെന്ന് ചടങ്ങുകളിലേക്ക് കടന്നൂടെ. അധികം സംസാരിച്ച് നിൽക്കാനുള്ള സമയമില്ല, കാരണം എല്ലാവരും ഒരുപാട് സമയം അതിക്രമിച്ചു. സോ ജീവിതത്തിൽ ഇവരാദ്യമായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വൈൻ ടോസ്റ്റ് ചെയ്യാണ്. സോ അതിനായിട്ട് പ്രത്യേകം ക്ഷണിക്കുന്നു. ഷോണ അതുപോലെ അവിടെ നിന്നുള്ള എല്ലാവരും ചേർന്ന് ഷിനോയ്ക്കും അതുപോലെ ലിയോണയ്ക്കും നിങ്ങൾക്ക് വൈൻ ടോസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. പ്ലീസ് നിങ്ങൾ സിബ്ലിങ്സ് ചേർന്ന് 2 പേർക്ക് കൊടുക്കാം. ലീവിന്റെ വീര്യം പോലെ നിങ്ങളുടെ ജീവിതവും ഏറ്റവും വീര്യമുള്ളതായി തീരട്ടെ എന്ന് പ്രത്യേകം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. Be on your way. നിങ്ങൾക്ക് പരസ്പരം ടോസ്റ്റ് ചെയ്യാം. അടുത്തതായി ലാമ്പ് ലൈറ്റിംഗ് സെറിമണിയാണ്. നമുക്കറിയുന്നത് പോലെ ഒരു വിളക്ക് കത്തിക്കുന്നത് ഇരുട്ടിനെതിനായ പ്രകാശത്തിന്റെ വിജയമാണ്. സമൃദ്ധിയുടെ, സന്തോഷത്തിന്റെ, പ്രത്യാശയുടെ പ്രതീകമാണ്. കുടുംബങ്ങൾ ചേർന്ന്, പ്രത്യേകിച്ച് ബ്രൈഡും ഗ്രൂമും ചേർന്ന് തിരി തെളിയിക്കുന്നു. പ്ലീസ് അമ്മമാർ 2 പേരോട് ചേർന്ന് മക്കൾക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ആദ്യത്തെ തിരി നമുക്ക് ബാബുകളെ പ്ലീസ് നിങ്ങൾക്ക് ആദ്യത്തെ തിരി നിങ്ങൾ 2 പേരും ചേർന്ന് തെളിയിക്കാം. അതല്ലേ ഷിനോയുടെ മാതാപിതാക്കൾ അന്ന് വിവാഹ ദിവസം നിങ്ങൾ ഒന്നിച്ച് കത്തിച്ചതല്ലേ? ശേഷം മകന്റെ കല്യാണത്തിന് പ്രാർത്ഥനാപൂർവ്വം ഒരുമിച്ച് തിരി തെളിക്കാം പ്ലീസ്. അതിനുശേഷം ലിയോണയുടെ മാതാപിതാക്കൾ ചേർന്ന് തിരി തെളിക്കുന്നു. അമ്മമാർ ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ച് എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി ഒരു തിരുനാളം തെളിക്കുകയാണ്. എന്റെ ജീവിതം ഏറ്റവും പ്രകാശപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും. സോ മച്ച്. ഇരു കുടുംബങ്ങളും ചേർന്നാണ് ആഘോഷിക്കുന്നത്. സോ എല്ലാവരും ചേർന്ന്, പ്രത്യേകിച്ച് ഷിനോ ലിയോണ 2 പേരെ കേക്ക് കട്ട് ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുക. ശേഷം ലിയോണ ഷിനോയുടെ മാതാപിതാക്കൾക്കും ഷിനോ ലിയോയുടെ മാതാപിതാക്കൾക്കും മധുരം പരസ്പരം പങ്കുവെക്കുക പ്ലീസ്.
സ്വീകരണ ചടങ്ങുകൾ അവസാനിക്കുന്നു എന്ന പ്രാർത്ഥനയോട് കൂടിയാണ് എല്ലാത്തിന്റെയും തുടക്കവും ഒടുക്കവും. ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ദൈർഘ്യമേറിയ ശുശ്രൂഷയും കഴിഞ്ഞ് എല്ലാവർക്കും പരിചിതനായ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ ജേക്കബ് ജോൺ അച്ഛൻ. കരാട്ടയിലൂടെയും ആത്മീയ തലങ്ങളിലും ഒക്കെ എല്ലാവർക്കും പരിചിതമായ വ്യക്തിത്വമാണ്. സോ പ്രാർത്ഥനയ്ക്കായിട്ട് ജേക്കബ് ജോൺ അച്ഛനെ ക്ഷണിച്ചു. എൻ്റെ കരുണയെ ഓർത്ത് നിന്നെ സ്തുതിച്ചു പുകഴ്ത്തുവാൻ നിങ്ങളെ യോഗ്യരാക്കണമേ.